നമ്മുടെ അച്ചിങ്ങ പയറും പടവലങ്ങയും കൂടി നല്ല ടേസ്റ്റിൽ മസാല ഇട്ടിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയായിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പോവാം നമ്മുടെ വീഡിയോയിലേക്ക്. ഇവിടെ പടവലങ്ങ പയർ മെഴുക്കുവരട്ടിക്കായിട്ട് ഒരു അരമുറി പടവലങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 10 പയർ എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക്, ഇത് കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളക് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെഴുക്കുവരട്ടിയുടെ രീതിയിൽ, അത് നമ്മൾ കുറച്ച് നീളത്തിൽ മെഴുക്കുവരട്ടിക്ക് അരിയില്ലേ, അതുപോലെ പയറും പടവലങ്ങ അരിഞ്ഞെടുക്കാം. നമ്മുടെ പടവലവും പയറും മുളകും ഒക്കെ നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമ്മുടെ പടവലങ്ങവും പയറും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, ഇത് കണ്ടോ വളരെ പിഞ്ച് മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 ഉപയോഗിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒട്ടും എരിവ് വേണ്ടാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുന്നത് ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി നമ്മളിത് വേകാനുള്ള വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അല്ലാതെ നമ്മൾ പയറും പടവലങ്ങയൊക്കെ എണ്ണയിൽ തന്നെ വേവിക്കാൻ നിന്നാൽ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പൊതുവേ എണ്ണയൊക്കെ കുറവല്ലേ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ, മിക്സ് ചെയ്ത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ മെഴുക്കുവരട്ടിക്കുള്ളത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. കുറച്ചധികം വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മളത് ഊറ്റിക്കളയേണ്ടി വരും. അപ്പോൾ കറക്റ്റ് വെള്ളം വെച്ചിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്കുള്ളതൊന്ന് വേകട്ടെ. നമുക്ക് നമ്മുടെ പയറും പടവലങ്ങ വെന്തോ നോക്കാം കേട്ടോ. അതാ വെന്ത് ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്കിനി ഇങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഇച്ചിരി കൂടിയ തീയിലിട്ടിട്ട് നമുക്കിത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കണ്ടോ, അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. അതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മസാല ചേർക്കാം കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പച്ചക്കറി ഒന്ന് ഒതുക്കി വെക്കുകയാണ് സൈഡിലേക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് ചൂടായിരിക്കുന്ന പാനായതുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടായിക്കോളും. ഇതിനകത്തേക്ക് നമ്മളിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് നമുക്ക് ആ കറിവേപ്പില എല്ലാം ഒന്ന് വലുതായിട്ടങ്ങ് മൂത്ത് വരുമൊന്നും വേണ്ട കേട്ടോ, നമ്മുടെ മെഴുക്കുവരട്ടിക്കല്ലേ. അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഇതിനകത്ത് വെള്ളവും ഉപ്പും ചേർക്കുന്ന സമയത്ത് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഗരം മസാലയുടെയൊക്കെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചേർക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ആ വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് നല്ല മണം വരും. ആ മണം വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മെഴുക്കുവരട്ടിയായ പയറും പടവലങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. പടവലങ്ങയും വള്ളിപ്പയറും കൂടി ഇങ്ങനെയൊന്ന് നിങ്ങൾ മെഴുക്കുവരട്ടി വെച്ച് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പോകാത്ത രീതിയിലുള്ള